പ്രസിദ്ധമായ ശ്രീമംഗലം തറവാടിന്റെ കിഴക്കേ മുറ്റത്ത് പുലരിമഞ്ഞിന്റെ തണുപ്പ് അപ്പോഴും വിട്ടുമാറിയിരുന്നില്ല. ചുറ്റും പച്ചപ്പണിഞ്ഞ മരങ്ങളും വിശാലമായ പറമ്പും, അതിന് നടുവിലായി തലയെടുപ്പോടെ നിൽക്കുന്ന വലിയ ഇരുനില വീടും, ആഡംബരവും പ്രൗഢിയും വിളിച്ചോതുന്ന ആ വലിയ വീട്ടിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് മുറ്റത്ത് ചൂലെടുത്ത് അടിച്ചു വാരുകയാണ് ഗൗരി. അവളുടെ പ്രായമുള്ള പെൺകുട്ടികൾ പുലർച്ചെ എഴുന്നേറ്റ് പുസ്തകങ്ങളുമായി പഠിക്കാനിരിക്കുന്ന സമയത്താണ് അവൾ ആ വലിയ മുറ്റത്തെ കരിയിലകൾ മുഴുവൻ അടിച്ചുവാരി വൃത്തിയാക്കുന്നത്. മെലിഞ്ഞുണങ്ങിയ ഒരു 18കാരി. അവളുടെ കണ്ണുകളിൽ എപ്പോഴും ഒരു ശൂന്യത നിഴലിച്ചിരുന്നു. ആരോരുമില്ലാത്തവളുടെ, സ്നേഹിക്കപ്പെടാൻ കൊതിക്കുന്നവളുടെ വല്ലാത്തൊരു ശൂന്യത. 5 വർഷങ്ങൾക്ക് മുൻപാണ് ഗൗരി ഈ വീട്ടിലേക്ക് വരുന്നത്. മലയോരത്തെ ഏതോ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നുമാണ് വീടിന്റെ നാഥയായ സുധ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവൾക്കൊരു അച്ഛനോ അമ്മയോ ഇല്ല. നോക്കാൻ ആരുമില്ലാത്തൊരു അനാഥ കുട്ടിയാണ്. ഇവിടെ നിന്നാൽ അവൾക്ക് 3 നേരം വിശപ്പടക്കാം, കിടക്കാൻ സുരക്ഷിതമായ ഒരിടവും കിട്ടും എന്നാണ് സുധ തന്റെ ഭർത്താവായ മാധവനോട് അന്ന് പറഞ്ഞത്. കേൾക്കുമ്പോൾ വളരെ വലിയൊരു കാരുണ്യപ്രവൃത്തിയായി തോന്നാമെങ്കിലും ആ കാരുണ്യത്തിന്റെ മുഖംമൂടി അഴിഞ്ഞു വീഴാൻ അധിക ദിവസങ്ങൾ വേണ്ടി വന്നില്ല. അന്നു മുതൽ ശ്രീമംഗലത്തെ എച്ചിൽ പാത്രങ്ങൾ കഴുകാനും തറ തുടക്കാനും ആ വീട്ടിലെ മറ്റുള്ളവരുടെ ആജ്ഞകൾ അനുസരിക്കാനും വിധിക്കപ്പെട്ട ഒരു യന്ത്രം മാത്രമായി ഗൗരി മാറി. ഗൗരി, നീ എന്താ അവിടെ സ്വപ്നം കണ്ടു നിൽക്കുകയാണോ? വെയിലുറയ്ക്കുന്നതിന് മുൻപ് മുറ്റമടിച്ചു തീർത്തിട്ട് അടുക്കളയിലേക്ക് വാ, എനിക്ക് കഴിക്കാൻ സമയമായി. സുധയുടെ ശബ്ദം ആ വലിയ വീടിന്റെ പൂമുഖത്തു നിന്നും മുഴങ്ങിക്കേട്ടു. ആ ശബ്ദം കേൾക്കുമ്പോഴേക്കും ഗൗരിയുടെ നെഞ്ചിലൊരു കൊള്ളിയാൻ മിന്നും. ഭയമാണ് അവൾക്ക് സുധയെ. കാർക്കശ്യം നിറഞ്ഞ മുഖവും ഒട്ടും അലിവില്ലാത്ത വാക്കുകളുമാണ് സുധയ്ക്ക് അവളോട് എപ്പോഴും ഉള്ളത്. വേഗത്തിൽ മുറ്റം വാരി തീർത്ത് ചൂല് ഒരു മൂലയിലേക്ക് ചാരി വെച്ച് ഗൗരി അടുക്കളയിലേക്ക് ഓടി. അടുക്കളയിലെ വലിയ ജനാലയിലൂടെ നോക്കിയാൽ പൂമുഖത്ത് ഗാംഭീര്യത്തോടെ പത്രം വായിച്ചിരിക്കുന്ന മാധവനെ കാണാം. വലിയൊരു ബിസിനസ്സുകാരനായ അദ്ദേഹം പൊതുവെ ശാന്തപ്രകൃതനാണ്. ഗൗരിയോട് ഇടയ്ക്കൊക്കെ അനുകമ്പയോടെ പെരുമാറുമെങ്കിലും ഭാര്യയായ സുധയുടെ കാര്യങ്ങളിൽ അദ്ദേഹം അധികം ഇടപെടാറില്ല. ചൂടുള്ള കാപ്പിയും ദോശയുമായി ഗൗരി തീന്മേശയ്ക്ക് അരികിലെത്തി. സുധയെ കൂടാതെ അവരുടെ 2 മക്കളും അവിടെ ഇരിപ്പുണ്ട്, അഞ്ജലിയും വരുണും. അവർ ഗൗരിയെ ഒരു മനുഷ്യജീവിയായി പോലും കണക്കാക്കിയിരുന്നില്ല. അവർക്കിടയിലൂടെ ഭക്ഷണം വിളമ്പുമ്പോൾ ഗൗരിയുടെ കൈകൾ നേരിയതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്താടി ഇത്? ഈ കാപ്പിക്ക് ഒരു ചൂടുമില്ലല്ലോ. നിനക്കറിയാമല്ലോ എനിക്ക് നല്ല ചൂടുള്ള കാപ്പിയാണ് രാവിലെ വേണ്ടതെന്ന്. എത്ര തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാപ്പി ചുണ്ടോടെടുത്തടുപ്പിച്ച് സുധ ദേഷ്യത്തോടെ അലറി. ക്ഷമിക്കണം അമ്മേ, ഞാൻ വേറെ എടുത്തു തരാം. ഗൗരിയുടെ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി. അറിയാതെ അവൾ സുധയെ അമ്മ എന്ന് വിളിച്ചുപോയി. നിർത്തടി അവിടെ. എന്നെ അമ്മ എന്ന് വിളിക്കാൻ നിനക്ക് എന്താടി യോഗ്യത? നീ ഈ വീട്ടിലെ വെറുമൊരു വേലക്കാരിയാണ്, അത് നീ മറക്കണ്ട. അനാഥയായ നിനക്ക് ഞാൻ എച്ചിലെങ്കിലും തരുന്നുണ്ടല്ലോ എന്ന് കരുതി നന്ദി കാണിക്ക്, അല്ലാതെ എന്റെ തലയിൽ കയറിയിരിക്കാൻ നോക്കേണ്ട. സുധയുടെ വാക്കുകൾ ഒരു കൂർത്താസ്ത്രം പോലെയാണ് ഗൗരിയുടെ നെഞ്ചിലേക്ക് തറച്ചു കയറിയത്. അവൾ തല താഴ്ത്തി നിന്നു. കണ്ണുകളിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ തറയിലേക്ക് വീണു ചിതറി. എന്തുകൊണ്ടാണ് ഈ സ്ത്രീ തന്നോട് മാത്രം ഇത്ര ക്രൂരമായി പെരുമാറുന്നതെന്ന് ഗൗരിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും ഒരു പുഞ്ചിരി പോലും തനിക്ക് നേരെ അവർ സമ്മാനിച്ചിട്ടില്ല. മറ്റുള്ള ജോലിക്കാരോട് അവർക്ക് ഇത്ര ദേഷ്യമില്ല. എന്നാൽ തന്നെ കാണുമ്പോൾ തന്നെ അവരുടെ മുഖത്ത് വല്ലാത്തൊരു വെറുപ്പാണ്. താൻ എന്ത് അപരാധമാണ് അവരോട് ചെയ്തതെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഈ ബഹളങ്ങൾക്കിടയിലാണ് പത്രവും അടക്കി വെച്ച് മാധവൻ അങ്ങോട്ടേക്ക് വന്നത്. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഗൗരിയെയും ദേഷ്യത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന സുധയെയും അദ്ദേഹം കണ്ടു. സുധ, എന്തിനാ ആ കുട്ടിയോട് രാവിലെ തന്നെ ഇങ്ങനെ ചൂടാകുന്നത്? ഒരു കാപ്പിയുടെ കാര്യമല്ലേ ഉള്ളൂ, അവൾ അത് മാറ്റിയെടുത്തോളും. നീ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുന്നത് എന്തിനാ? മാധവൻ ശാന്തമായി ചോദിച്ചു. നിങ്ങൾക്കിതിന്റെ കാര്യമൊന്നും അറിയില്ല മാധവേട്ട. ഇവൾക്ക് കുറച്ചു ദിവസമായി തലക്കനമാണ്. നമ്മൾ കാരുണ്യം കാണിച്ച് ഈ വീട്ടിൽ നിർത്തിയതിന്റെ അഹങ്കാരം. ഇപ്പോഴേ ഇവളെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ നാളെ ഇവൾ ഈ വീടിന്റെ അധികാരം ചോദിച്ചു കൊണ്ടുവരും. സുധയുടെ വാക്കുകളിൽ വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടായിരുന്നു. മാധവൻ ഒന്ന് നെടുവീർപ്പെട്ടു. ഗൗരിയെ നോക്കി അദ്ദേഹം പറഞ്ഞു, നീ പോയി നിന്റെ പണിയെടുക്കൂ മോളെ. ഗൗരി ആശ്വാസത്തോടെ അടുക്കളയിലേക്ക് മടങ്ങി. അടുക്കളയുടെ ഒരു കോണിലിരുന്ന് അവൾ പൊട്ടിക്കരഞ്ഞു. സ്വന്തമായി എന്ന് പറയാൻ അവൾക്ക് അവളുടെ ഓർമ്മകളിലെ മുത്തശ്ശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ മുത്തശ്ശി മരിച്ചു പോയതോടെയാണ് അവൾ തികച്ചും ഒറ്റപ്പെട്ടത്. ദൈവമേ, എന്തിനാ എന്നെ ഭൂമിയിലേക്ക് വിട്ടത്? ആർക്കും വേണ്ടാത്തൊരു ജന്മമായി എന്തിന് ഞാൻ ജനിച്ചു? അവൾ മനസ്സിൽ തേങ്ങി. അവൾക്കറിയില്ലായിരുന്നു ആ വലിയ വീടിന്റെ ഇരുണ്ട കോണുകളിൽ അവളുമായി ബന്ധപ്പെട്ട ഒരു വലിയ രഹസ്യം ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്ന്. അവളെ വെറുക്കുന്നുവെന്ന് നടിക്കുന്ന സുധയുടെ നെഞ്ചിനുള്ളിൽ കുറ്റബോധത്തിന്റെ ഒരു വലിയ കടൽ ഇരമ്പുന്നുണ്ടെന്നും അതിൽ നിന്നുയരുന്ന തിരമാലകളാണ് ഈ ദേഷ്യമായി പുറത്തു വരുന്നതെന്നും പാവം ഗൗരി അറിഞ്ഞിരുന്നില്ല. പകൽ മുഴുവൻ നീളുന്ന അവളുടെ കഠിനാധ്വാനങ്ങൾക്കിടയിലും എപ്പോഴെങ്കിലും തനിക്ക് ഈ ഇരുളിൽ നിന്നും ഒരു മോചനം ലഭിക്കുമെന്ന നേരിയ പ്രതീക്ഷ അവളുടെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ മിന്നിമറയുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ ആ പ്രതീക്ഷ മാത്രമായിരുന്നു അവൾ അവിടെ പിടിച്ചു നിർത്തിയ ഒരേ ഒരു കച്ചിത്തുരുമ്പ്. ഉച്ചവെയിൽ ആ വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി വരുമ്പോഴും
ഗൗരിയുടെ മനസ്സിൽ ഒരിക്കലും പുലരാത്ത ഒരു രാത്രിയുടെ ഇരുട്ട് മാത്രമായിരുന്നു അവശേഷിച്ചിരുന്നത്. ദിവസങ്ങൾ ആഴ്ചകൾക്കും ആഴ്ചകൾ മാസങ്ങൾക്കും വഴിമാറി. ആ വലിയ തറവാട്ടിലെ അന്തരീക്ഷത്തിൽ മാറ്റങ്ങളൊന്നുമില്ലായിരുന്നു. ഗൗരിയുടെ ജീവിതം ഒരു ചക്രവാളവുമില്ലാത്ത കടൽ പോലെ വിരസവും ദുരിതപൂർണവുമായി തുടർന്നു. വെളുപ്പാൻ കാലത്ത് ഉണർന്ന് രാത്രിയുടെ അവസാനം വരെ നീളുന്ന വിശ്രമമില്ലാത്ത ജോലി. അവൾക്ക് ചുറ്റും ഒരു അദൃശ്യമായ മതിൽ പണിതിരിക്കുന്നത് പോലെ തോന്നി. ആരും അവളോട് സ്നേഹത്തോടെ സംസാരിക്കാറില്ല. അവളുടെ ചിരിയോ സങ്കടമോ ആരും ശ്രദ്ധിക്കാറില്ല. ഒരു ഇരുമ്പ് യന്ത്രം പോലെ അവൾ നിർവികാരമായി എല്ലാ പണികളും ചെയ്തു തീർത്തു. എന്നാൽ അവൾക്കും ഒരു മനസ്സുണ്ടെന്നും അതിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടെന്നും ആരും അറിഞ്ഞില്ല, അല്ലെങ്കിൽ അറിയാൻ ശ്രമിച്ചില്ല. ഒരു സായാഹ്നം മഴ പെയ്തു തോർന്ന നേരമായിരുന്നു അത്. നഗരത്തിലെ ആ വലിയ വീടിന്റെ മുറ്റത്തെ മരച്ചില്ലകളിൽ നിന്നും മഴത്തുള്ളികൾ ഇറ്റുവീഴുന്ന ശബ്ദം മാത്രമാണ് അവിടെ കേൾക്കാനുണ്ടായിരുന്നത്. അടുക്കളയിലെ പണികളെല്ലാം തീർത്ത് വരാന്തയിലെ ഒരു തൂണും ചാരി ഗൗരി നിന്നു. അവളുടെ നോട്ടം ദൂരെ എവിടെയോ ആയിരുന്നു. മുറ്റത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ സ്വന്തം പ്രതിരൂപം നോക്കി അവൾ നെടുവീർപ്പെട്ടു. പെട്ടെന്നാണ് പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്. ഗൗരി! അവൾ തിരിഞ്ഞു നോക്കി. മാധവനാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ മുഖത്ത് അസാധാരണമായ ഒരു ഗൗരവം തളം കെട്ടി നിന്നിരുന്നു. ഗൗരിക്ക് ചെറിയൊരു ഭയം തോന്നി. താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന ചിന്തയിൽ അവൾ തലതാഴ്ത്തി നിന്നു. നീ എത്ര നാളായി ഇവിടെ വന്നിട്ട്? മാധവൻ ശാന്തമായ ശബ്ദത്തിൽ ചോദിച്ചു. 5 വർഷമായി സാർ. അവളുടെ ശബ്ദം നേർത്തതായിരുന്നു. 5 വർഷം. ചെറിയൊരു പ്രായത്തിൽ നീ ഇവിടെ വന്നതാണ്. അന്നു മുതൽ ഇന്ന് വരെ ഈ വീടിനു വേണ്ടി നീ ഒരുപാട് കഷ്ടപ്പെട്ടു. നിന്റെ പ്രായത്തിലുള്ള കുട്ടികൾ പുസ്തകങ്ങളും പഠിച്ച് സ്കൂളിലും കോളേജിലും പോകുമ്പോൾ നീ ഇവിടെ എച്ചിൽ പാത്രങ്ങൾ കഴുകിയും നിലം തുടച്ചും നിന്റെ യൗവനം പാഴാക്കുകയാണ്. മാധവന്റെ വാക്കുകളിൽ അല്പം സങ്കടം കലർന്നിരുന്നു. ഗൗരി ഒന്നും മിണ്ടിയില്ല. ഈ സംസാരം എവിടേക്കാണ് പോകുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. ആ വീട്ടിൽ ആരും ഇതുവരെ അവളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. നിനക്ക് എന്തെങ്കിലും പഠിക്കണമെന്നുണ്ടോ ഗൗരി? എന്തെങ്കിലും ഒരു തൊഴിൽ പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹമുണ്ടോ? മാധവന്റെ ചോദ്യം ഗൗരിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. അവൾ മുഖമുയർത്തി അദ്ദേഹത്തെ നോക്കി. ആ കണ്ണുകളിൽ വിശ്വസിക്കാനാവാത്ത ഒരു ഭാവമുണ്ടായിരുന്നു. സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ. എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണ് സാർ. മറ്റുള്ളവരെ അണിയിച്ചൊരുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷം കാണാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. അതെനിക്ക് പഠിക്കണമെന്നുണ്ട്. ഉള്ളിലിരുന്ന് ഏതോ ഒരു ഉൾപ്രേരണ അവളെ കൊണ്ട് അത് പറയിച്ചു. മാധവന്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിടർന്നു. നല്ലൊരു ആഗ്രഹമാണ്. നീ അത് പഠിക്കണം. നാളെ തന്നെ നഗരത്തിലെ ഒരു നല്ല ബ്യൂട്ടി പാർലറിൽ പോയി നീ അതിനെക്കുറിച്ച് അന്വേഷിക്ക്. പഠിക്കാനുള്ള എല്ലാ ചെലവും ഞാൻ നോക്കിക്കൊള്ളാം. ഗൗരിക്ക് തന്റെ കാതുകളെ വിശ്വസിക്കാനായില്ല. നന്ദി പറയാൻ വാക്കുകൾ കിട്ടാതെ അവൾ നിന്നുപോയി. അവളുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. വർഷങ്ങൾക്കു ശേഷം ആദ്യമായി അവളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശകിരണം കടന്നു വരുന്നത് പോലെ അവൾക്ക് തോന്നി. എന്നാൽ ഈ സംസാരം മുഴുവൻ വരാന്തയുടെ മറുഭാഗത്ത് നിന്ന് സുധ കേൾക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. മാധവൻ അവിടുന്ന് പോയ ഉടനെ അവൾ ഗൗരിയുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. നിനക്ക് എന്താണ് ഇത്ര വലിയ മോഹം? മേക്കപ്പ് പഠിക്കാൻ പോകുന്നോ? നീ ആരാണെന്നാ നിന്റെ വിചാരം? ഈ വീടിന്റെ പടി ഇറങ്ങിപ്പോയിട്ട് മേക്കപ്പ് പഠിക്കാനാണോ നിന്റെ പ്ലാൻ? സുധയുടെ ശബ്ദം ഒരു ഇടിമുഴക്കം പോലെയായിരുന്നു. ഗൗരി പേടിച്ച് പിന്നിലേക്ക് മാറി. അല്ല, സാർ ചോദിച്ചപ്പോൾ ഞാൻ വെറുതെ നീ ഇവിടെ വേലക്കാരിയായി വന്നവളാണ്. വേലക്കാരിയായി തന്നെ ഇവിടെ കിടന്നാൽ മതി. വലിയ വലിയ സ്വപ്നങ്ങളൊന്നും കാണാൻ നിൽക്കണ്ട. നിന്റെ ആഗ്രഹങ്ങൾക്കൊന്നും ഞാൻ പണം മുടക്കാൻ പോകുന്നില്ല. മാധവേട്ടൻ പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. സുധ കഠിനമായ വാക്കുകളോടെ അവിടെ നിന്ന് നടന്നുപോയി. ഗൗരിയുടെ ഹൃദയം തകർന്നുപോയി. അല്പം മുമ്പ് ലഭിച്ച സന്തോഷം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായിരിക്കുന്നു. ആ രാത്രി ഗൗരിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവളുടെ മനസ്സ് മുഴുവൻ മാധവൻ പറഞ്ഞ വാക്കുകളിലായിരുന്നു. ഒരു വശത്ത് പുതിയൊരു ജീവിതത്തിലേക്കുള്ള വാതിൽ തുറക്കപ്പെടുമ്പോൾ മറുവശത്ത് സുധയുടെ ക്രൂരമായ വാക്കുകൾ ആ വാതിൽ കൊട്ടിയടയ്ക്കുന്നു. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ ജോലികൾക്കിടയിലും ഗൗരിയുടെ മനസ്സിൽ ഒരു പ്രതീക്ഷയുടെ തീപ്പൊരി അവശേഷിച്ചിരുന്നു. സുധയുടെ എതിർപ്പുണ്ടെങ്കിലും മാധവൻ തനിക്ക് നൽകിയ വാക്ക് അദ്ദേഹം പാലിക്കുമെന്ന് അവൾ വിശ്വസിച്ചു. ആ വിശ്വാസം അവളെ മുന്നോട്ട് നയിച്ചു. അങ്ങനെ ഒരു ദിവസം ആ വീട്ടിലെ ജോലികളെല്ലാം വേഗത്തിൽ തീർത്ത് മാധവൻ കൊടുത്ത പണവുമായി അവൾ നഗരത്തിലെ വലിയൊരു ബ്യൂട്ടി അക്കാദമിയിലേക്ക് നടന്നു. അവളുടെ ചുവടുകൾക്ക് വല്ലാത്തൊരു വേഗതയുണ്ടായിരുന്നു. വർഷങ്ങളായി പൂട്ടിയിട്ടിരുന്ന തന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കുന്ന ആ നിമിഷം അവൾ ആസ്വദിച്ചു. അക്കാദമിയിലെ വലിയ കണ്ണാടികൾക്ക് മുൻപിൽ നിൽക്കുമ്പോൾ അവിടെ കണ്ട സ്വന്തം പ്രതിരൂപത്തോട് അവൾ മന്ത്രിച്ചു. ഇനി നീ വെറും ഒരു വേലക്കാരിയല്ല ഗൗരി, നിനക്കും ഒരു ഭാവിയുണ്ട്. എന്നാൽ അവളുടെ ഈ യാത്ര സുധയെ കൂടുതൽ പ്രകോപിപ്പിച്ചു. താൻ എങ്ങനെയൊക്കെയോ അടക്കി നിർത്താൻ ശ്രമിച്ചിട്ടും അവൾ തന്നിൽ നിന്നും വഴുതി മാറുന്നു എന്ന ചിന്ത സുധയെ അസ്വസ്ഥയാക്കി. സുധ എന്തിനാണ് അവളെ ഇത്രമാത്രം ഭയക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. ഗൗരി പുതിയൊരു ലോകത്തേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ സുധയുടെ മനസ്സിലെ ഭയം ഒരു അഗ്നിപർവ്വതം പോലെ പുകയാൻ തുടങ്ങിയിരുന്നു. ഒരിക്കലും വെളിപ്പെടരുതെന്ന് അവൾ ആഗ്രഹിച്ച ആ പഴയ കാലം ഗൗരിയിലൂടെ വീണ്ടും അവളുടെ മുന്നിലേക്ക് വരികയാണോ? ആ ചോദ്യം സുധയുടെ ഉറക്കം കെടുത്തി. നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ആ വലിയ ബ്യൂട്ടി അക്കാദമി ഗൗരിക്ക് ഒരു അത്ഭുത ലോകമായിരുന്നു. സുഗന്ധം വമിക്കുന്ന മുറികൾ, വരിവരിയായി വെച്ചിരിക്കുന്ന വലിയ കണ്ണാടികൾ,
അതിനു മുൻപിലിരുന്ന് കലയുടെ ഇന്ദ്രജാലം തീർക്കുന്ന പെൺകുട്ടികൾ. അവിടെ എത്തുമ്പോൾ അവൾക്ക് താൻ ആ പഴയ വേലക്കാരി ഗൗരിയല്ല എന്ന് തോന്നി തുടങ്ങി. അവളിലെ അപകർഷതാബോധം പതുക്കെ പതുക്കെ ഇല്ലാതാകാൻ തുടങ്ങി. അക്കാദമിയിലെ പ്രധാന അധ്യാപികയായ മീര മേഡം വളരെ സ്നേഹത്തോടെയാണ് അവളെ സ്വീകരിച്ചത്. ഗൗരിയുടെ വിരലുകൾക്ക് വല്ലാത്തൊരു വഴക്കമുണ്ടെന്നും അവൾക്ക് ഈ തൊഴിലിനോട് ആത്മാർത്ഥമായ താല്പര്യമുണ്ടെന്നും ആദ്യ ദിവസങ്ങളിൽ തന്നെ മീര മേഡം തിരിച്ചറിഞ്ഞു. പല നിറങ്ങളിലുള്ള ഐഷാഡോകളും ലിപ്സ്റ്റിക്കുകളും ബ്രഷുകളും ഗൗരിക്ക് പുതിയ കൂട്ടുകാരായി മാറി. മുഖത്തെ ഇരുണ്ട പാടുകൾ മായ്ച്ചു കളയുന്ന ഫൗണ്ടേഷനുകൾ അവൾക്ക് ഒരു വലിയ പാഠം നൽകി. എത്ര വലിയ സങ്കടങ്ങളും ഒരു പുഞ്ചിരി കൊണ്ട് മറച്ചു പിടിക്കാമെന്ന്. ക്ലാസുകൾ തുടങ്ങുന്നതിന് മുൻപ് അതിരാവിലെ ഉണർന്ന് വീട്ടുജോലികൾ മുഴുവൻ ചെയ്തു തീർക്കേണ്ടതുണ്ടായിരുന്നു അവൾക്ക്. പകൽ മുഴുവൻ അക്കാദമിയിലെ തിരക്കുകൾ, വൈകുന്നേരം മടങ്ങിയെത്തിയാൽ വീണ്ടും അടുക്കളയിലെ ജോലികൾ. ശരീരം തളരുമ്പോഴും അവളുടെ മനസ്സ് തളർന്നില്ല. കാരണം അവൾക്ക് മുൻപിൽ വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. എന്നാൽ ഗൗരിയുടെ ഈ മാറ്റം സുധയെ കൂടുതൽ അസ്വസ്ഥയാക്കിക്കൊണ്ടിരുന്നു. അവൾക്ക് കിട്ടുന്ന ചെറിയ സ്വാതന്ത്ര്യം പോലും സുധയുടെ കണ്ണിലെ കരടായി മാറി. ജോലികളിൽ എന്തെങ്കിലും ചെറിയ വീഴ്ചകൾ വരുത്തിയാൽ സുധ അവളെ കഠിനമായി ശകാരിച്ചു. നീ എന്താടി വിചാരിച്ചത്? രണ്ടക്ഷരം പഠിക്കാൻ പോയത് കൊണ്ട് നീ ഈ വീടിന്റെ റാണിയാവുമെന്നാണോ? പോയി ആ ബാക്കി കിടക്കുന്ന തുണികളെല്ലാം അലക്കി വെക്ക്, എന്നിട്ട് മതി നിന്റെ ഈ ചായ പൂശൽ. സുധയുടെ വാക്കുകളിൽ വല്ലാത്തൊരു വെറുപ്പ് നിഴലിച്ചിരുന്നു. ഗൗരി അതൊന്നും കാര്യമാക്കിയില്ല. കാരണം അവൾക്കിപ്പോൾ മാധവന്റെ പൂർണ്ണ പിന്തുണയുണ്ട്. മാധവൻ എപ്പോഴും ഗൗരിയുടെ പഠനകാര്യങ്ങൾ ചോദിച്ചറിയുകയും അവൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. ഇതൊക്കെ കാണുമ്പോൾ സുധയ്ക്ക് വല്ലാത്തൊരു ഭയം തോന്നി. മാധവനും ഗൗരിയും തമ്മിലുള്ള ഈ അടുപ്പം എന്തിലേക്കാണ് നയിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. തന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി പറിച്ചെറിഞ്ഞ ഒരു ഭൂതകാലം ഇപ്പോൾ മറ്റൊരു രൂപത്തിൽ തന്നെ പിന്തുടരുന്നതായി അവൾക്ക് തോന്നി. ഒരു ദിവസം അക്കാദമിയിലെ പ്രാക്ടിക്കൽ ക്ലാസ് കഴിഞ്ഞ് മടങ്ങാൻ വൈകി. അന്ന് ഗൗരി ആദ്യമായി ഒരു കുട്ടിയുടെ മുഖത്ത് പൂർണ്ണമായി മേക്കപ്പ് ചെയ്തിരുന്നു. എല്ലാവരും അവളെ അഭിനന്ദിച്ചു. ആ സന്തോഷത്തിൽ സമയം പോയത് അവൾ അറിഞ്ഞില്ല. ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുന്ന വഴി മുഴുവൻ ആ കുട്ടിയുടെ പുഞ്ചിരിക്കുന്ന മുഖമായിരുന്നു അവളുടെ മനസ്സിൽ. വീട്ടിലെത്തിയപ്പോൾ സമയം രാത്രി 8 മണി കഴിഞ്ഞിരുന്നു. വീടിന്റെ പൂമുഖത്ത് തന്നെ സുധയും മാധവനും നിൽപ്പുണ്ടായിരുന്നു. സുധയുടെ മുഖം ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ട്. എവിടെയായിരുന്നടി നീ ഇതുവരെ? പഠിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് തെണ്ടിത്തിരിയാൻ തുടങ്ങിയോ നീ? സുധ ആക്രോശിച്ചു. ക്ഷമിക്കണം അമ്മേ, ക്ലാസ് കുറച്ച് നീണ്ടുപോയി, ഗൗരി ഭയത്തോടെ പറഞ്ഞു. അമ്മയോ? ആരോട് ചോദിച്ചിട്ടാടി നീ എന്നെ അമ്മയെന്ന് വിളിക്കുന്നത്? നിന്നെ പോലൊരു അനാഥയ്ക്ക് ജന്മം കൊടുക്കാൻ മാത്രം ഗതികെട്ടവളല്ല ഞാൻ. സുധയുടെ ശബ്ദം ആ പരിസരം മുഴുവൻ മുഴങ്ങി. ആ വാക്കുകൾ ഗൗരിയുടെ ഹൃദയത്തിൽ ഒരു കഠാര പോലെയാണ് പതിച്ചത്. എത്ര ക്രൂരമായാണ് അവർ തന്നോട് സംസാരിക്കുന്നത്. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. സുധ, നിർത്തടി നിന്റെ ഈ വർത്തമാനം. മാധവന്റെ ശബ്ദം ആദ്യമായി ആ വീട്ടിൽ ഉറക്കം മുഴങ്ങി. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കോപം ആളിക്കത്തുന്നുണ്ടായിരുന്നു. നീ എന്താ വിചാരിച്ചത് സുധ? എനിക്കൊന്നും അറിയില്ലെന്നോ? നീ ഇത്രയും കാലം എന്റെ കണ്ണിൽ പൊടിയിടുകയായിരുന്നു എന്ന് ഞാൻ അറിയില്ലെന്നാണോ നിന്റെ വിചാരം? മാധവന്റെ ചോദ്യങ്ങൾ സുധയെ ഞെട്ടിച്ചു. എന്താ നിങ്ങൾ പറയുന്നത്? സുധ ഭയത്തോടെ പതറി. മാധവൻ ഗൗരിയുടെ അടുത്തേക്ക് നടന്നു. അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നീ അനാഥയല്ല ഗൗരി, നിനക്ക് അമ്മയുണ്ട്. ഗൗരി ഒന്നും മനസ്സിലാവാതെ മാധവനെ നോക്കി. മാധവൻ സുധയുടെ നേർക്ക് തിരിഞ്ഞു. പറയടി സുധ, ഇവൾ ആരാണെന്ന് നീ തന്നെ ഇവളോട് പറ. നിന്റെ ഗ്രാമത്തിൽ നിന്ന് നീ എന്തിനാണ് ഇവളെ ഇവിടെ കൊണ്ടുവന്നത്? എന്തിനാണ് നീ ഇവളോട് ഇത്രയും ക്രൂരത കാണിക്കുന്നത്? പറ സുധ. സുധയുടെ മുഖത്തെ രക്തം മുഴുവൻ വാർന്നു പോയതുപോലെ തോന്നി. അവൾക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. തന്റെ ഉള്ളിൽ കാത്തു സൂക്ഷിച്ച ആ വലിയ രഹസ്യം ഇപ്പോൾ മാധവന് മുന്നിൽ വെളിപ്പെട്ടിരിക്കുന്നു. ഗൗരിക്കു ചുറ്റും ലോകം കറങ്ങുന്നത് പോലെ തോന്നി. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. അവൾ ഭയത്തോടെ സുധയെ നോക്കി. ആ നോട്ടത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ആരും ഉത്തരം പറയാൻ തയ്യാറാകാത്ത, ഒരുപാട് കാലമായി തന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ചോദ്യങ്ങൾ. ഇനി എന്ത് സംഭവിക്കുമെന്നറിയാതെ ആ 3 പേരും നിശബ്ദതയിൽ അങ്ങനെ നിന്നു. പുറത്ത് മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. സുധയുടെ മനസ്സിലെ കുറ്റബോധം പോലെ, ഗൗരിയുടെ കണ്ണീര് പോലെ. പുറത്ത് തിമിർത്തു പെയ്യുന്ന മഴയുടെ ഇരമ്പൽ ആ വലിയ വീടിന്റെ സ്വീകരണ മുറിയിലെ ഭയാനകമായ നിശബ്ദതയെ കൂടുതൽ അഗാധമാക്കി. ഓരോ ഇടിമുഴക്കവും സുധയുടെ നെഞ്ചിലാണ് പതിച്ചിരുന്നത്. വർഷങ്ങളായി താൻ ഇഴപാകി നിർമ്മിച്ച നുണകളുടെ കൊട്ടാരം ഒരു നിമിഷം കൊണ്ട് തകർന്നടിയുന്നതിന്റെ ഞെട്ടലിൽ അവൾ ശില പോലെ നിന്നുപോയി. ഗൗരിയുടെ കണ്ണുകൾ മാധവനും സുധയ്ക്കുമിടയിൽ പക്കപ്പോടെ ഒഴുകി നടന്നു. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ അവളുടെ നെഞ്ചിടിപ്പ് വേഗത്തിലായി. തണുത്ത കാറ്റ് ആ മുറിയിലേക്ക് അടിച്ചു കയറുന്നുണ്ടായിരുന്നു. ഒപ്പം ഒരു വലിയ ഭൂതകാലത്തിന്റെ ചുരുളുകളും. പറയൂ സുധ, എന്തുകൊണ്ട് നീ മൗനം പാലിക്കുന്നു? മാധവന്റെ ശബ്ദം വീണ്ടും ആ നിശബ്ദതയെ ഭേദിച്ചു. ആ വാക്കുകളിൽ ദേഷ്യത്തെക്കാൾ ഉപരി വല്ലാത്തൊരു നിരാശയുണ്ടായിരുന്നു. ഇവൾ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? സ്വന്തം വയറ്റിൽ ചുമന്ന് പെറ്റെടുത്ത മകളെ സ്വന്തം വീട്ടിൽ ഒരു വേലക്കാരിയെ പോലെ പണിയെടുപ്പിക്കാൻ മാത്രം എങ്ങനെ നിന്റെ മനസ്സ് കരിങ്കല്ലായി മാറി? മാധവന്റെ ആ വാക്കുകൾ ഗൗരിയുടെ കാതുകളിൽ ഒരു ഇടിമുഴക്കം പോലെയാണ് പതിച്ചത്. അവളുടെ ശ്വാസം നിലച്ചു പോകുന്നത് പോലെ തോന്നി. കണ്ണുകൾ വലുതായി.
ശരീരം വിറയ്ക്കാൻ തുടങ്ങി. സ്വന്തം മകൾ! ആ വാക്കുകൾ അവളുടെ തലച്ചോറിനുള്ളിൽ ഒരു കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചു. അവൾ പതുക്കെ സുധയെ നോക്കി. ഇല്ല, ഇത് സത്യമാകാൻ വഴിയില്ല. തന്നെ എച്ചിൽ പാത്രങ്ങൾ കഴുകാനും തറ തുടക്കാനും നിർബന്ധിച്ച, തന്നെ ഒരു തെരുവുനായയേക്കാൾ ഹീനമായി കണ്ട ഈ സ്ത്രീ തന്റെ അമ്മയോ? സുധയ്ക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. അവൾ തറയിലേക്ക് കുഴഞ്ഞു വീണ് പൊട്ടിക്കരയാൻ തുടങ്ങി. അവളുടെ ആ കരച്ചിലിൽ ഇത്രയും കാലം ഉള്ളിൽ ഒതുക്കിയ കുറ്റബോധം മുഴുവൻ അണപൊട്ടി ഒഴുകുന്നുണ്ടായിരുന്നു. എന്നോട് ക്ഷമിക്കണം മാധവേട്ട, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. അവൾ തേങ്ങലുകൾക്കിടയിലൂടെ പറഞ്ഞു തുടങ്ങി. നിങ്ങളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ആ പഴയ ഗ്രാമത്തിൽ എനിക്കൊരു ഭൂതകാലം ഉണ്ടായിരുന്നു. ദാരിദ്ര്യവും കഷ്ടപ്പാടും മാത്രം നിറഞ്ഞൊരു ജീവിതം. ആരും അറിയാതെ നടന്നൊരു വിവാഹം. അയാൾ എന്നെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചു പോയി. പിന്നെ നിങ്ങളെ പരിചയപ്പെട്ടപ്പോൾ ഈ വലിയ ജീവിതവും സമ്പത്തും കണ്ടപ്പോൾ എന്റെ പഴയ കാലം ഞാൻ മറച്ചു വെച്ചു. ആ ഗ്രാമത്തിൽ എൻ്റെ അമ്മയുടെ അടുത്ത് ഇവളെ ഉപേക്ഷിച്ച് ഞാൻ നിങ്ങളുടെ കൂടെ പോന്നു. പക്ഷേ അമ്മ മരിച്ചപ്പോൾ ഇവൾ ഒറ്റക്കായി. ഇവളെ അവിടെ ഉപേക്ഷിക്കാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ആരും അറിയാതെ ഒരു വേലക്കാരിയുടെ വേഷത്തിൽ ഇവളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. സുധയുടെ ഓരോ വാക്കുകളും ഗൗരിയുടെ ഹൃദയത്തെ 100,000 കഷ്ണങ്ങളായി നുറുക്കുകയായിരുന്നു. എന്നിട്ട് നീ എന്ത് ചെയ്തു? മാധവന്റെ സ്വരം കർശനമായി. നിന്റെ കുറ്റബോധം മറച്ചു വെക്കാൻ, ആരും സത്യം അറിയാതിരിക്കാൻ നീ ഇവളോട് കൊടും ക്രൂരത കാണിച്ചു. ഇവൾക്ക് നല്ലൊരു വസ്ത്രം കൊടുത്തില്ല, നല്ല ഭക്ഷണം കൊടുത്തില്ല, ഒരു തുള്ളി സ്നേഹം കൊടുത്തില്ല. പകരം എച്ചിൽ തീറ്റിച്ചു, ശകാരിച്ചു, ഒരു മൃഗത്തെ പോലെ പണിയെടുപ്പിച്ചു. നിന്റെ രഹസ്യം പുറത്തു വരുമെന്ന ഭയം നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചു. സ്വന്തം ചോരയോട് ഇത്രയും ക്രൂരത കാണിച്ച നീ ഒരു അമ്മയാണോ സുധ? ഗൗരിക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. അവളുടെ കാലുകൾ വേച്ചുപോയി. അവൾ പതുക്കെ ചുവരിലേക്ക് ചാരി താഴേക്ക് ഊർന്നിറങ്ങി. കണ്ണുനീർ അവളുടെ കവിളുകളിലൂടെ ഒരു പുഴ പോലെ ഒഴുകിക്കൊണ്ടിരുന്നു. അവൾ സ്വന്തം കൈകളിലേക്ക് നോക്കി. ഈ വീടിന്റെ ഓരോ കോണും തുടച്ചു വൃത്തിയാക്കി തഴമ്പിച്ച കൈകൾ. താൻ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചതെന്ന് അവൾ ഓർത്തു. ഒരു അമ്മയുടെ സ്നേഹം എന്താണെന്ന് അവൾക്കറിയില്ലായിരുന്നു. എന്നാൽ ആ സ്നേഹം നൽകേണ്ടവൾ തന്നെയാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയായി മാറിയതെന്ന സത്യം ഉൾക്കൊള്ളാൻ ആ പാവൻ പെൺകുട്ടിക്ക് കഴിഞ്ഞില്ല. അമ്മേ! ഗൗരിയുടെ വിറയാർന്ന ചുണ്ടുകളിൽ നിന്നും ആ വിളി പുറത്തു വന്നു. ഇത്രയും കാലം കേൾക്കുമ്പോൾ സുധയെ ചൊടിപ്പിച്ചിരുന്ന അതേ വിളി. പക്ഷെ ഇത്തവണ ആ വിളിയിൽ ഒരു മകളുടെ ഹൃദയം നുറുങ്ങുന്ന വേദനയുണ്ടായിരുന്നു. സുധ ഞെട്ടിത്തിരിഞ്ഞ് ഗൗരിയെ നോക്കി. ആ നോട്ടത്തിൽ മാപ്പിരക്കുന്ന ഒരു പാപിയുടെ നിസ്സഹായത ഉണ്ടായിരുന്നു. എന്തിനായിരുന്നു എന്നോട് ഈ ക്രൂരത? ഗൗരിയുടെ ശബ്ദം നേർത്തതായിരുന്നു. എന്നാൽ അത് ആ മുറിയിലെ സകലതിനെയും പിടിച്ചു കുലുക്കുന്നത്ര ശക്തമായിരുന്നു. ഞാൻ നിങ്ങളോട് സ്നേഹമല്ലാതെ മറ്റൊന്നും ചോദിച്ചില്ലല്ലോ. ഒരു നേരത്തെ ആഹാരത്തിനായി നിങ്ങളുടെ മുന്നിൽ ഞാൻ കൈനീട്ടി നിന്നില്ലേ? ആഹാരം തന്നില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, കുറച്ച് സ്നേഹം തരാമായിരുന്നില്ലേ? സ്വന്തം മകളാണെന്ന് പറയേണ്ടായിരുന്നു. ഒരു വേലക്കാരിയോട് കാണിക്കുന്ന ചെറിയൊരു ദയെങ്കിലും എനിക്ക് നൽകാമായിരുന്നില്ല. ഗൗരിയുടെ വാക്കുകൾ കേട്ട് സുധ 2 കൈകൊണ്ട് മുഖം പൊത്തി നിലവിളിച്ചു. അവളുടെ ഹൃദയം പശ്ചാത്താപത്തിന്റെ തീച്ചുളയിൽ എരിഞ്ഞു തീരുകയായിരുന്നു. താൻ ഇത്രയും കാലം ഉപദ്രവിച്ചത് വെറും ഒരു വേലക്കാരിയെയല്ല, തന്റെ സ്വന്തം മാംസത്തിൽ നിന്ന് മടർന്നു മാറിയ ഒരു ജീവനെയാണല്ലോ എന്ന യാഥാർത്ഥ്യം സുധയെ ഭ്രാന്തിയാക്കുന്നത് പോലെ തോന്നി. മാധവൻ ഗൗരിയുടെ അടുത്തേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. കരയരുത് മോളെ, നീ ഇനി ഒറ്റയ്ക്കല്ല, ഈ വീടിന്റെ വേലക്കാരിയുമല്ല. അദ്ദേഹം ഗൗരിയെ സ്വാന്തനിപ്പിച്ചു. തുടർന്ന് സുധയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് കനത്ത ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു, സുധ, എനിക്ക് നിന്റെ ഈ കണ്ണുനീരിൽ വിശ്വാസമില്ല. ഇത്രയും വലിയൊരു വഞ്ചനയും ക്രൂരതയും വർഷങ്ങളോളം നെഞ്ചിൽ കൊണ്ടു നടന്ന നിന്നെ ഇനി ഈ കുടുംബത്തിന്റെ ഭാഗമായി കാണാൻ എനിക്ക് കഴിയില്ല. സ്നേഹം അഭിനയിക്കാനും ക്രൂരത ഒളിച്ചു വെക്കാനും കഴിയുന്ന നിന്റെ കൂടെ ഇനിയൊരു ജീവിതം സാധ്യമല്ല. പുറത്ത് മഴയുടെ ശക്തി കൂടി വന്നു. ആ വലിയ വീടിന്റെ അടിത്തറ പോലും ഇളകി മറിയുന്നത് പോലെ തോന്നി. വർഷങ്ങളോളം ഇരുട്ടിൽ മൂടിക്കിടന്ന ഒരു വലിയ സത്യം അതിന്റെ എല്ലാ ഭീകരതയോടും കൂടി പുറത്തു വന്നപ്പോൾ അവിടെ തകർന്നു വീണത് ഒരു പെൺകുട്ടിയുടെ കണ്ണുനീരിൽ കുതിർന്ന അനാഥത്വവും ഒരു സ്ത്രീയുടെ മിഥ്യാഭിമാനവുമാണ്. ഈ രാത്രിക്ക് ശേഷം ആ വീട്ടിൽ ഒന്നും പഴയതുപോലെ ആയിരിക്കില്ല എന്ന് ആ മഴയ്ക്ക് പോലും അറിയാമായിരുന്നു. ആ കൊടുങ്കാറ്റിനും പേമാരിക്കും ശേഷം പുലർന്ന പ്രഭാതത്തിന് വല്ലാത്തൊരു ശാന്തതയുണ്ടായിരുന്നു. മഴവെള്ളത്തിൽ കഴുകി തുടച്ച മരച്ചില്ലകളിലെ ഇലത്തുമ്പുകളിൽ നിന്നും ഉദയസൂര്യന്റെ പൊൻകിരണങ്ങൾ തട്ടിത്തെറിച്ചു. പ്രകൃതി പോലും ആ വലിയ തറവാട്ടിലെ കലുഷിതമായ അന്തരീക്ഷം ശാന്തമായതിന്റെ ആശ്വാസത്തിലായിരുന്നു. അന്ന് ആ തറവാടിന്റെ പടിയിറങ്ങി സുധ എങ്ങോട്ടോ മറഞ്ഞു പോയിരുന്നു. തന്റെ തെറ്റുകളുടെ പാപഭാരം പേറി ഒരിറ്റു സ്നേഹം പോലും അർഹിക്കാത്തവളായി അവൾ ആ വലിയ ഇരുമ്പുകേറ്റ് കടന്നു പോയപ്പോൾ ഗൗരിയുടെ മനസ്സിൽ പകയോ പ്രതികാരമോ ഉണ്ടായിരുന്നില്ല. മറിച്ച് വല്ലാത്തൊരു സഹതാപം മാത്രമായിരുന്നു. കാലം അവൾക്ക് നൽകിയ ഏറ്റവും വലിയ ശിക്ഷയായിരുന്നു അത്. സ്വന്തം ചോരയെ തിരിച്ചറിയാതെ പോയ അന്ധമായ മിഥ്യാഭിമാനത്തിന് കാലം കാത്തുവെച്ച മറുപടി. മാധവൻ തന്റെ വാക്കുകൾ പാലിച്ചു. ഗൗരിയെ ആ വീടിന്റെ അടുക്കളക്കോണിലെ കരിപിടിച്ച ചുവരുകൾക്കിടയിൽ നിന്നും അദ്ദേഹം വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്തി. അവൾ ഇനി ആ വീടിന്റെ വേലക്കാരിയല്ലെന്നും തന്റെ സ്വന്തം മകളാണെന്നും അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു. അഞ്ജലിയും വരുണും ആദ്യം ഒന്ന് പകച്ചു നിന്നെങ്കിലും തങ്ങൾ ഇത്രയും കാലം പുച്ഛത്തോടെ നോക്കിക്കണ്ടവൾ, ആജ്ഞകൾ നൽകി ദ്രോഹിച്ചവൾ, തങ്ങളുടെ സ്വന്തം സഹോദരിയാണെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ അവർ അധികം സമയമെടുത്തില്ല.
കുറ്റബോധത്തോടെ അവർ അവളുടെ കൈകളിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞപ്പോൾ ഗൗരി തന്റെ മെലിഞ്ഞ കൈകളാൽ അവരെ ചേർത്ത് പിടിച്ചു. അനാഥത്വത്തിന്റെ മാറാലകൾ വകഞ്ഞുമാറ്റി അവൾക്കായി ആ വീടിന്റെ വാതിലുകൾ സ്നേഹത്തോടെ മലർക്ക തുറക്കപ്പെട്ടു. തന്റെ സങ്കടങ്ങളെയും ഇരുണ്ട ഓർമ്മകളെയും ഗൗരി കലയുടെ വർണ്ണങ്ങളിലേക്ക് ആവാഹിക്കാൻ തുടങ്ങി. ബ്യൂട്ടി അക്കാദമിയിലെ അവളുടെ ദിവസങ്ങൾ ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമായിരുന്നു. എച്ചിൽ പാത്രങ്ങൾ കഴുകി തഴമ്പിച്ച ചൂലെടുത്ത് അടിച്ചുവാരി വിണ്ടുകീറിയ അവളുടെ കൈവിരകൾക്കിടയിലൂടെ ചായക്കൂട്ടുകൾ ഇന്ദ്രജാലം തീർത്തു തുടങ്ങി. വിവിധ വർണ്ണങ്ങളിലുള്ള ഐഷാഡോകളും ലിപ്സ്റ്റിക്കുകളും ബ്രഷുകളും അവൾക്ക് പുതിയൊരു ലോകം തുറന്നുകൊടുത്തു. ഓരോ മുഖത്തും അവൾ വരച്ചു ചേർത്തത് വെറുമൊരു ചായമായിരുന്നില്ല, മറിച്ച് അവളുടെ തന്നെ ഉള്ളിലെ നഷ്ടപ്പെട്ടു പോയ പുഞ്ചിരികളായിരുന്നു. മറ്റുള്ളവരുടെ മുഖത്തെ കുറവുകൾ മായ്ച്ചു കളയുമ്പോൾ അറിയാതെ അവൾ സ്വന്തം മനസ്സിലെ ഉണങ്ങാത്ത വ്രണങ്ങളെയും മായ്ച്ചു കളയുകയായിരുന്നു. മീര മേഡത്തിന്റെ ശിക്ഷണത്തിൽ അവൾ അതിവേഗം കലയുടെ സൂക്ഷ്മതകൾ പഠിച്ചെടുത്തു. അപകർഷതാബോധത്തിന്റെ ഇരുളിൽ നിന്നും ആത്മവിശ്വാസത്തിന്റെ പ്രകാശത്തിലേക്ക് ഓരോ ദിവസവും അവൾ നടന്നു കയറി. കാലം അതിവേഗം അതിന്റെ സഞ്ചാരം തുടർന്നു. മാസങ്ങളും വർഷങ്ങളോളം കൊഴിഞ്ഞു വീണു. അന്ന് വിറയ്ക്കുന്ന കൈകളോടെ ബ്രഷുകൾ പിടിച്ച ഗൗരി ഇന്ന് ആ നഗരത്തിലെ ഏറ്റവും തിരക്കുള്ള, ഏറ്റവും പ്രഗത്ഭയായ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. പ്രശസ്തമായ ഒരു വലിയ കല്യാണ മണ്ഡപത്തിലെ ഗ്രീൻ റൂം, വർണ്ണവിളക്കുകളുടെ പ്രകാശത്തിൽ തിളങ്ങി നിൽക്കുന്ന ആ മുറിയിൽ വധുവിനെ അണിയിച്ചൊരുക്കുന്ന തിരക്കിലാണ് അവൾ. ഒരു ചിത്രകാരൻ ക്യാൻവാസിൽ നിറങ്ങൾ ചാലിക്കുന്ന അതേ സൂക്ഷ്മതയോടെ, ആത്മാർപ്പണത്തോടെ അവൾ തന്റെ കർമ്മം ചെയ്തുകൊണ്ടിരുന്നു. അവളുടെ വിരലുകളുടെ ഓരോ സ്പർശത്തിലും ആ പെൺകുട്ടിയുടെ മുഖത്ത് വല്ലാത്തൊരു തേജസ് വിരിഞ്ഞു വന്നു. അവസാന മിനുക്കുപണികൾക്ക് ശേഷം കണ്ണാടിയിലൂടെ വധു ഗൗരിയെ നോക്കി പുഞ്ചിരിച്ചു. ചേച്ചിയുടെ കൈകളിൽ വല്ലാത്തൊരു മാന്ത്രികതയുണ്ട്. എന്നെ ഇത്രയും സുന്ദരിയാക്കിയതിന് ഒരുപാട് നന്ദി. എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസമാണിത്. ആ പെൺകുട്ടി വാചാലയായപ്പോൾ ഗൗരിയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞുപോയി. സന്തോഷം കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വാതിൽക്കൽ അഭിമാനത്തോടെ അവളെ നോക്കി നിൽക്കുന്ന മാധവൻ ഉണ്ടായിരുന്നു. വെറുമൊരു തൊഴിലുടമയായിട്ടല്ല, അവളുടെ സ്വന്തം അച്ഛന്റെ സ്ഥാനത്ത് അവളെ ഈ ലോകത്തിന്റെ നെറുകയിലേക്ക് കൈപിടിച്ചുയർത്തിയ ഒരു കാവൽ മാലാഖയായി. അദ്ദേഹം പതുക്കെ അവളുടെ അടുത്തേക്ക് വന്ന് ആ നെറുകയിൽ വാത്സല്യത്തോടെ ചുംബിച്ചു. അന്ന് വൈകുന്നേരം തറവാടിന്റെ വിശാലമായ മുറ്റത്ത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഗൗരി ആകാശത്തേക്ക് നോക്കി. ദൂരെ എവിടെയോ നക്ഷത്രങ്ങൾക്കിടയിൽ ഇരുന്ന് തന്റെ മുത്തശ്ശി തനിക്കായി പ്രാർത്ഥിക്കുന്നുണ്ടെന്നും തന്റെ ഈ നേട്ടങ്ങളിൽ സന്തോഷിക്കുന്നുണ്ടെന്നും അവൾക്ക് തോന്നി. ഒരു കാലത്ത് ആർക്കും വേണ്ടാത്തവളായി എച്ചിൽ പാത്രങ്ങൾ കഴുകി ശകാരങ്ങൾ കേട്ട് തലതാഴ്ത്തി നിന്ന അതേ മുറ്റത്താണ് അവൾ ഇപ്പോൾ നിൽക്കുന്നത്. പണ്ട് അവൾ ഇവിടെ നിന്നിരുന്നത് ഭയത്തോടെയാണെങ്കിൽ ഇന്ന് അവൾ നിൽക്കുന്നത് അന്തസ്സോടെയാണ്. ഇന്ന് അവൾ അനാഥയല്ല, ആരുമില്ലാത്തവളുമല്ല. അവളുടെ ഉള്ളിലെ വേരില്ലാത്ത പെൺകുട്ടി എന്നേക്കുമായി മരിച്ചിരിക്കുന്നു. പകരം സ്നേഹത്തിന്റെ മണ്ണിൽ ആഴത്തിൽ വേരുകളിറക്കിയ, കാറ്റിലും കോളിലും കുലുങ്ങാത്ത ഒരു വൻമരമായി അവൾ വളർന്നു കഴിഞ്ഞിരുന്നു. ആ മരത്തിൽ നിന്നും വിരിഞ്ഞ പൂക്കൾക്ക് വല്ലാത്തൊരു സുഗന്ധമുണ്ടായിരുന്നു. കഠിനാധ്വാനത്തിന്റെ, അതിജീവനത്തിന്റെ, പിന്നെ ഒരിക്കലും മാഞ്ഞു പോകാത്ത ആത്മവിശ്വാസത്തിന്റെ സുഗന്ധം. ഇരുളടഞ്ഞ ഒരു ഭൂതകാലത്തിൽ നിന്നും ഉദിച്ചുയർന്ന ഒരു പുതിയ സൂര്യനായി അവൾ ആകാശത്ത് തിളങ്ങി നിന്നു. കൂരിരുട്ടിന്റെ മാറാലകൾ വകഞ്ഞു മാറ്റി തളർത്താൻ വന്നവരോട് ചിരിച്ചുകൊണ്ട് ഗൗരി നടന്നു കയറിയത് സ്വന്തം സ്വപ്നങ്ങളുടെ വർണ്ണലോകത്തേക്കാണ്. ഈ കഥ വെറുമൊരു പെൺകുട്ടിയുടെ ജീവിതം മാത്രമല്ല പ്രിയപ്പെട്ടവരെ. ചുറ്റുമുള്ളവർ നമ്മെ എത്ര തളർത്താൻ ശ്രമിച്ചാലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ വിധി നമുക്ക് മുന്നിൽ വഴിമാറുമെന്നതിന്റെ ഉജ്ജ്വലമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. രക്തബന്ധങ്ങളെക്കാൾ വലുതാണ് ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധമെന്ന് മാധവൻ നമുക്ക് കാണിച്ചു തന്നു. സ്വന്തം ചോരയെക്കാളും വലുത് സ്നേഹിക്കാനുള്ള വലിയൊരു മനസ്സാണ്. നമ്മളിൽ ഓരോരുത്തരിലും ഒരു ഗൗരിയുണ്ട്. വേദനകൾ കടിച്ചമർത്തി സ്വപ്നങ്ങളിലേക്ക് പറക്കാൻ വെമ്പുന്ന ഗൗരി. നിങ്ങളുടെ ഉള്ളിലെ ആ സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഗൗരിയുടെ ഈ കണ്ണീരും ചിരിയും നിറഞ്ഞ അതിജീവനത്തിന്റെ കഥ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലെ പ്രതീക്ഷകൾക്ക് ഒരു ചെറിയ തിളക്കമെങ്കിലും നൽകിയെങ്കിൽ, ഈ സാഹിത്യയാത്രയിൽ നിങ്ങൾക്കും ഒരു പങ്കാളിയാകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒട്ടും മടിക്കാതെ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് തൊടുക. നിങ്ങളുടെ ഓരോ ലൈക്കും ഈ വരികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. ഗൗരിയുടെ കഥ നിങ്ങളിൽ ഉണ്ടാക്കിയ വികാരങ്ങൾ എന്താണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണ്? നിങ്ങളുടെ ചിന്തകൾ അക്ഷരങ്ങളായി താഴെ കമന്റ് ബോക്സിൽ കുറിച്ചിടുക. ഓരോ വരികളും ഞാൻ വായിക്കാൻ കാത്തിരിക്കുകയാണ്. ഇനിയും ഇതുപോലെ നെഞ്ചിൽ തൊടുന്ന കഥകളും സാഹിത്യത്തിന്റെ അഴകുള്ള അനുഭവങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും. ആ യാത്രയിൽ നിങ്ങൾ കൂടെ ഉണ്ടാവില്ലേ? എങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെൽ ഐക്കൺ കൂടി അമർത്തുക, പുതിയ കഥകൾ ആദ്യം നിങ്ങളിലേക്ക് എത്താൻ. മറ്റൊരു മനോഹരമായ കഥയുമായി അക്ഷരങ്ങളുടെ മാന്ത്രിക ലോകത്ത് വെച്ച് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്നേഹം മാത്രം.